പുല്ല് തൊട്ട് വെക്കാനൊന്നും ഇല്ലടേ. ഇത് വാങ്ങിച്ച പാടെ എനിക്കറിയാം, വേണമെങ്കിൽ അടിച്ചിട്ട് പോടേ. അപ്പ ഇന്നും പട്ടിണി അള്ളാണ്, അതിന് മാത്രം ഒരു കുറവുമില്ല. അതെങ്കിലും ഉണ്ടല്ലോ സ്വന്തമായിട്ട്. ടീമേ, ആ ഞാൻ ഒരു കാര്യം പറയാം. പറ. ഇങ്ങനെ കിടന്നാൽ നമ്മൾ പട്ടിണി കിടന്ന് ചാവും. ചങ്കുറ്റം ഉണ്ടെങ്കിൽ നമുക്ക് കാശുണ്ടാകാം. അത് ശരിയാ. ഇനി വല്ല ഊരി വെക്കാനുള്ള പരിപാടിയാണോ? സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ അവന്റെ തൊലിഞ്ഞ ഡയലോഗ് അവൻ പറയട്ടെ. ആ പറ. ഗാന്ധി നഗറിലൊരു പീസ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറഞ്ഞതൊരു 10 പവന്റെ സാധനമെങ്കിലും അവരെ കഴുത്തി കാണും. നാളെ സ്കെച്ചിട്ടായി കുറച്ച് നാളത്തേക്ക് നമ്മുടെ കാര്യം കുശാൽ. അത് പൊളി. സംഗതി കൊള്ളാം, പക്ഷെ ഒരു ബൈക്കും ഹെൽമെറ്റും വേണ്ടി വരും. അതിനെന്താ, പോകുന്ന അരമണിക്കൂർ മുമ്പ് ഞാൻ സെറ്റ് ചെയ്ത് തരാം. അപ്പോ ഓക്കെ മച്ചാനെ. ഓക്കെ ഓക്കെ. ഇനി ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. വേഗം വേഗം. അളിയാ ഇതും ലോക്കാ. എടുക്കെടുക്ക്. നീ അങ്ങോട്ട് പോ. സാബു നോക്കടാ, എഴുതിട്ട് വിളിക്കാം. ഇവിടെ ഇല്ല, കണ്ടില്ലല്ലേ. എടാ അവളെന്നടേ ചേച്ചി, അഡ്രസ് എവിടെ ചേച്ചി? സർ, MLA അവറാച്ചനാണ്. ആ പറ അവറാച്ച. അപ്പൊ അങ്ങനെയാണ്, അവര് പിന്മാറില്ല. ശരി, നീ ഏത് വിട്ടോ, ബാക്കി കാര്യം മാർട്ടിൻ നോയിക്കോളും. നീ ആ മാർട്ടിനൊന്ന് വിളിക്കണം, കാര്യം പറഞ്ഞേക്ക്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ ആ മെയിലൊന്ന് അയക്കണം, കേട്ടല്ലോ? ഓക്കെ സർ. അയ്യോ, മാലയും പോയി മാനവും പോയി. ഇവന് വാങ്ങിയ തൈലത്തിന്റെ കാശ് കടവുമായി. ഇനി ഉണ്ടോടെ ഇതുപോലെ ആളിഞ്ഞ ഐഡിയകള്? തമ്പി ഒരു കഥ ചൊല്ലട്ടുമാ. അടുത്ത അടിക്കുള്ള വകുപ്പുമായി വരുന്നുണ്ട്. നല്ല റിസ്ക് ഉള്ള പണിയാ, പക്ഷെ നടന്ന ലൈഫ് ടൈം സെറ്റിൽമെന്റാ. എനിക്കൊരാളെ അറിയാം, ഇവിടെ അടുത്തുള്ളതാ. പേര് രമേശ് കൃഷ്ണ. പൂത്ത കാശ. അങ്ങേർക്ക് സ്കൂളിൽ പഠിക്കുന്ന ഒരു മോളുണ്ട്. നമുക്കൊരു കിഡ്നാപ്പിംഗ് സെറ്റപ്പ് പ്ലാൻ ചെയ്താലോ? എന്ത് പറയുന്നു? സംഗതി കൊള്ളാം, പക്ഷെ പണിവാളിയാ, അടികൊണ്ട് പെരുന്നു പോകും. ചുമ്മാ നേറ്റി പഠിക്കില്ല. ശരി, ഒരു കാര്യം ചെയ്, നീ സ്കെച്ച് റെഡി ആയിക്കോ. നമുക്കൊരു വണ്ടി വേണമല്ലോ. ആ കോളനിയിലെ സതീശൻ്റെ വണ്ടി എടുക്കാം. അളേ ഒരു കാര്യം, സ്കെച്ചൊക്കെ ഞാൻ തയ്യാറാക്കാം. പക്ഷെ ആ കൊച്ചിന് എന്നെ അറിയാം. ഞാൻ 1-2 ദിവസം അവിടെ പണിക്കും പോയിട്ടുണ്ട്. അതുകൊണ്ട് സീനിൽ ഞാൻ ഉണ്ടാവില്ല. കറക്റ്റ് മാർക്ക് ചെയ്ത സ്കെച്ച് ഞാൻ തരും, ബാക്കിയൊക്കെ നിങ്ങളും എടുക്കുക. എന്ത് പറയുന്നു? ഓക്കെ. ഹലോ. ആ ഓക്കെ അളിയാ. ആ ശരി ശരി ഓക്കെ. പ്രകാശ വണ്ടി എടുക്ക്.
ഇറങ്ങടെ. എന്റെ കൈ വേദനിക്കുന്നു. എന്നെ വിട്. നിങ്ങളൊക്കെ ആരാ? ഞാൻ എവിടെയാ? എന്നെ വിട്. എന്നെ വിട്. ഞാൻ ഇത് എവിടെയാ? എന്നെ വിട്. എന്റെ കൈ എനിക്ക് വേദനിക്കുന്നു. എന്റെ കൈ വേദനിക്കുന്നു. അളിയാ സക്സസ്. നീ എവിടെ? ആ ശരി അളിയാ, പെട്ടെന്ന് വാ. അവനെവിടെയുള്ളേ? ആ അവൻ നമുക്കുള്ള ഫുള്ളായിട്ട് ഇപ്പൊ എത്തും. വേഗം വന്നാ മതിയാനോ. എവിടെ പോയി കിടക്കായിരുന്നേ? അളിയാ റോഡിലാണെങ്കിൽ പോലീസും ആകെ ബഹളവും. ആ പേട്ടന്മാരുടെ മോളെ കാണാനില്ല. ഒരു വിധത്തിലാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നത്. നീ ആദ്യം ഒന്ന് ഒഴുകി, എന്നിട്ട് അവൾ അപ്പനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ഹലോ, രമേശ് കൃഷ്ണയല്ലേ? ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ മകൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. 25 ലക്ഷം രൂപ തന്ന അവൾ സുരക്ഷിതയായി വീട്ടിലെത്തും. മറിച്ചാണെങ്കി ടീംസേ അയാള് വരണ്ട്. ഒരു 50 ചോദിക്കാമായിരുന്നു. അതാണ്. ആ പോട്ടെ. മിസ്റ്റർ രമേശ്, ഞാൻ നേരത്തെ വിളിച്ച ആളാണ്. നിങ്ങൾ ടീംസേ അയാള് ഫോണ് കട്ട് ചെയ്ത് തെറിയും വിളിച്ച്. എന്തോ കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? നീ അയാളെ ഒന്നുകൂടെ വിളിക്ക്, എന്നിട്ട് അയാളെ മോളെ കൊണ്ട് ഫോൺ കൊടുക്ക്. അപ്പം മനസ്സിലാവും അയാൾക്ക്. നീയും ചെല്ല്. ശരി. എന്നാ നിന്റെ ഡാഡി. ഡാഡി പ്ലീസ് സേവ് മീ ഡാഡി. ഞാൻ നിന്റെ ഡാഡിയല്ല. ഫോൺ മാറി കൊടുക്ക്. ഹലോ, എന്റെ മോൾ എന്റെ കൂടെ ഉണ്ട്. നീ മര്യാദ പറ. എടാ ഷമീറേ, ഒന്നുകൂടെ വന്നടാ. എന്താടാ? വാടാ ഇങ്ങോട്ട്. എടാ അയാളുടെ മോട്ട അയാളെ വീട്ടിലുണ്ടെന്ന്. അപ്പൊ ഇതേതാ? അളിയ ഇത് അയാളെ മോളൊന്നുമല്ല, നിങ്ങൾക്ക് ആള് മാറിപ്പോയി. പണ്ടാരടങ്ങിയ നിന്നോട് ഞാൻ അപ്പളേ പറഞ്ഞല്ലേ കൂടെ വരെ. ഇനിയിപ്പോ എന്ത് ചെയ്യൂ? പറ്റിയത് പറ്റി. ഇനി അവളെ തന്ത വിളിച്ച് സെറ്റി. എടി കൊച്ചേ, നിന്റെ തന്തയുടെ പേരും നമ്പറും പറ. പേരും നമ്പരും ഒക്കെ ഞാൻ പറയാം, പക്ഷെ ഒരു കുഴപ്പമുണ്ട്. നിങ്ങളെ വീട്ടിലെത്തില്ല. അതെന്താ? നിന്റെ തന്ത വലിയ കൊമ്പനാണോ? പേര് പറയടി. നിങ്ങൾ അറിയും, മാർട്ടിൻ, പേട്ട മാർട്ടിൻ.